മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്, പൊട്ടാറ്റോ ബ്രെഡ് റോൾ. ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ഇതിലേക്ക് എന്ന് നമുക്ക് നോക്കാം. പൊട്ടാറ്റോ ബ്രെഡ് റോളിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളൻകിഴങ്ങാണ്. ഇത് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്, അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. എന്നിട്ട് ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോ മുഴുവനായിട്ടും ഇവിടെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം കറിവേപ്പില. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ നേരത്തെ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയുടെ ഇല, അതുപോലെ ചിക്കനോ ബീഫോ ഒക്കെ കുക്ക് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, ചീസ്, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്യാം. ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ മുളക് പൊടി ചേർക്കുന്നതായിരിക്കും. ഇവിടെ മുകളുള്ളതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി എടുത്തത്. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഉടയാതെ കിടക്കുന്ന എന്തെങ്കിലും പീസസ് ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ബ്രെഡിൽ ഫില്ല് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് എല്ലാം ആദ്യം തന്നെ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രെഡിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫില്ലിങ്സ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ബ്രെഡ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 6 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ഈ 4 സൈഡും നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ഇപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ സ്ലാബിൻ്റെ മോളോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അത്യാവശ്യം ബലം ഉപയോഗിച്ച് തന്നെ, എന്നാൽ ബ്രെഡ് കീറി പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ബ്രെഡൊന്ന് നന്നായി പതിഞ്ഞ് ഒരു ഷീറ്റ് മതി കിട്ടും. നമുക്ക് എന്താ പറയുക, സമൂസയും പപ്സൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ഷീറ്റ് പോലെ കുറച്ചും കൂടി ബ്രെഡിനെ ഒന്ന് പരത്തി തിന്നാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും സ്ലൈസസും ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഓരോന്നായിട്ട് ഓരോ ബ്രെഡിലും ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി പരത്തി ഫ്ലാറ്റാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിലേക്ക് ഇതുപോലെ ഫില്ലിങ്സ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും അല്പം വെള്ളം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് നോർമൽ വാട്ടർ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സിക്കൊന്നും വെള്ളം ആവരുത്. എന്നിട്ട് ഇതുപോലെ ടച്ച് ചെയ്തിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ അതവിടെ ഒട്ടി നിന്നോളും, അത് വിട്ടുപോരില്ല. ഇതേപോലെ തന്നെ മറ്റേ സൈഡും വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്തിട്ട് പ്രസ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മൈദ എഗ്ഗോ ഒന്നും വേണ്ട കേട്ടോ. ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോർമൽ വാട്ടറിൽ തന്നെ നല്ലതുപോലെ തൊട്ടി വരും. ഇനിയിപ്പോൾ 2 സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം ടച്ച് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫില്ലിങ്സ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരത്ത് പുറത്ത് പോവും. ഇപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് ഈ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പം മുഴുവൻ ബ്രെഡും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക്
വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് രണ്ട് സൈഡും മുരിഞ്ഞ് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ വല്ലാതെ കുറച്ച് വെക്കരുത്. ഒരു മീഡിയം ടു ലോ ആ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് ഒരു 1.5 to 2 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലതുപോലെ എല്ലാ ഭാഗവും ഇത് ഫ്രൈ ആയി കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ പൊട്ടാറ്റോ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.